ആ ചേട്ടനോ? ആ അല്ല ചേട്ടാ എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാ വിശേഷം? എൻ്റെ പെണ്ണിൻ്റെ കല്യാണത്തിനൊക്കെയായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. എന്നാ കല്യാണം? കല്യാണം 2 മാസം ഉണ്ട് ഇനി. 2 മാസം? അല്ല ചേട്ടാ, നിങ്ങൾക്ക് എന്നത്തിൻ്റെ വട്ട ആ പെങ്കൊച്ചിന് എന്നാണ്ട് പ്രായം? പ്രായം 18 വയസ്സായിട്ടില്ല, 2-3 മാസം ആവണം. 18 വയസ്സാവാൻ? ആ അതിനെ കുറച്ചുകൂടെ ഒക്കെ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ ആക്കിയിട്ട് വിട്ടാൽ പോരായിരുന്നോ? ആ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ. ഇപ്പോൾ സ്വർണ്ണത്തിന് എന്താ വില? 60,000 70,000 2 കൊല്ലം കഴിയുമ്പോഴത്തേനും അത് 1 ലക്ഷം ആവും. അന്നേരം എന്ത് ചെയ്യും? ആ ഈ 18 വയസ്സാവാത്ത ഈ കൊച്ചിനെ കെട്ടിച്ച് വിട്ട് 2 മാസം കഴിയുമ്പോൾ 18 ആവും. ആ പക്ഷെ ഒരു ജോലി ഇതൊന്നും ഇല്ലാതെ കൊച്ചെങ്ങനെ ജീവിക്കും? ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്ന ഞാൻ അതാ അവൻ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. അവൻ നോക്കിക്കോളുന്നോ? എൻ്റെ പൊന്നി ഏട്ടാ, അതൊന്നും ഇന്നത്തെ കാലത്ത് ശാശ്വതമല്ല കേട്ടോ. ഇപ്പോൾ ഉള്ള പെൺപിള്ളേർ പഠിച്ച് നല്ലൊരു ജോലിയാക്കിയിട്ടാണ് കല്യാണം കഴിച്ചൊക്കെ പോണത്. ആ അറിയത്തില്ലേ? അച്ഛനമ്മമാരിങ്ങനെ തുടങ്ങിയാൽ പാവം പെൺപിള്ളേർ എന്ത് ചെയ്യും? അതുങ്ങൾ പഠിക്കുന്ന വെച്ചായിരുന്നില്ലേ? നന്നായിട്ട് പഠിക്കായിരുന്നു. ആ എന്നിട്ട് അതിനെ പിടിച്ചപ്പോഴേ കെട്ടിച്ചു വിടുന്നു. ഓ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല നിന്റെ പിള്ളേരുടെ കാര്യം എങ്ങനെയായി? എൻ്റെ പിള്ളേരോ? എൻ്റെ പിള്ളേരെ കല്യാണമൊക്കെ കഴിച്ചു പോയല്ലോ. അവർക്ക് നല്ല പഠിത്തമൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ അവരെ നന്നായിട്ട് പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലിയായിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. ആ അല്ലാതെ സ്ത്രീധനം 1 രൂപ കൊടുത്തിട്ടില്ല. ഇല്ല, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അവർ നന്നായിട്ട് ജീവിക്കുന്നു. അവരെ കെട്ടിയന്മാർക്കൊക്കെ ജോലിയുണ്ടോ? കെട്ടിയന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ പെൺപിള്ളേരും ജോലി ചെയ്യുന്നു. 2 പേർക്ക് ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ബോധം ഉണ്ടോ? അപ്പോൾ ആ ബോധം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ ഒരു കല്യാണാലയം വന്നപ്പോൾ അങ്ങ് നടത്താമെന്ന് വെച്ചു. സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പോൾ എന്താ ഇങ്ങനെ ആയിപ്പോയി? എന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യം ആയിപ്പോയിന്ന്. ഇങ്ങനത്തെ വിവരം കേട്ട ഓരോ ആൾക്കാരുണ്ട്, ഓരോ പിള്ളേരെ ഭാവി തുലയ്ക്കാൻ. ഒരു കുറച്ചുകൂടെ 2 വർഷം കൂടെ അതിനെ പഠിപ്പിച്ച് അതിനൊരു ജോലി ആയിക്കഴിഞ്ഞാൽ കാര്യം അവള് പറഞ്ഞായിരുന്നു, അച്ഛാ ഇപ്പോൾ എനിക്ക് കല്യാണമൊന്നും വേണ്ട, എന്നെ പഠിപ്പിച്ച്. സ്വർണ്ണത്തിന് വില കൂടുന്നല്ലോ. സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ എന്തെങ്കിലും പിന്നെ വേണം 1 ലക്ഷം ആയെങ്കിലോ? 1 ലക്ഷം ആവും. അന്നേരം അതിനൊരു ജോലി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ സ്വർണ്ണം 1 ലക്ഷം ഒന്നും മുടക്കണ്ടായിരുന്നു. ഞങ്ങൾ വാക്ക് പറഞ്ഞു പോയി, പറഞ്ഞിട്ട് കാര്യം. വാക്ക് കഴിഞ്ഞു പോയി. ഓ ഇങ്ങനെയൊക്കെ വല്ല തല്ലി പരത്തണം, അതാ വേണ്ടുന്നത്. ഓരോരോ ഏർപ്പാടും കൊണ്ട്